ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ അലൈൻമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഡിസൈനിലെ എലമെൻസിൻ്റെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചും അറേഞ്ച്മെൻറ്റിനെ കുറിച്ചുമൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ്, ഇമേജസ് അങ്ങനെ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെൻസ് ഓഫ് ഓർഡർ, സ്ട്രക്ചർ, ബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അലൈൻമെൻറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, റൈറ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, സെൻട്രൽ അലൈൻമെൻറ്റ് ഉണ്ട്, ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറേ തരത്തിലുള്ള അലൈൻമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ എലമെൻറ്റ്സ് അലൈൻ ചെയ്യുന്നതിലൂടെ നമുക്കാണെങ്കിൽ നമ്മുടെ ഡിസൈനിൽ കൂടുതൽ യൂണിറ്റിയും വിഷ്വൽ അപ്പീലിങ്ങും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അലൈൻമെൻറ്റ്സിൻ്റെ കുറേ ടൈപ്സ് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ ടെസ്റ്റ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും അലൈൻ ആവുന്നത്. കൃത്യമായിട്ട് കാണാൻ പറ്റും. ടെസ്റ്റ് നല്ല ഏതൊരു എലമെൻറ്റ്സ് നമ്മൾ അലൈൻ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിനോട് ചേർന്നായിരിക്കും എല്ലാം അലൈൻ ആവുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ. ഇത് പ്രിൻറ്റ് ഡിസൈനിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ടു റീഡ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു എൻഡ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അടുത്ത് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വായിക്കാം. അത് കഴിയുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് തൊട്ടടുത്ത ലൈനിലോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത് ഉണ്ട്, അതിൻ്റെ ബാക്കിയാണ് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്കാണ് വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ലെഫ്റ്റ് അലൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ കൂടുതൽ നീറ്റും സ്ട്രക്ചേർഡും ഒക്കെ ആവുന്നതാണ്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണലും ഫോർമൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയുള്ളത് റൈറ്റ് അലൈൻമെൻറ്റ് ആണ്. റൈറ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് റൈറ്റ് സൈഡിലാണ് അലൈൻ ആവുന്നത്. കൃത്യമായിട്ട് കാണാൻ പറ്റും. ടെസ്റ്റ് എല്ലാം റൈറ്റ് സൈഡ് അലൈൻ ആവുന്നതാണ്. ഇപ്പോൾ റൈറ്റിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്നായിരിക്കും എല്ലാ ടെസ്റ്റും അലൈൻ അയക്കുന്നത്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മോഡേൺ ഡിസൈനിലാണ്. അപ്പോൾ ഇതിനകത്തൊരു സെൻസ് ഓഫ് എനർജി, മൂവ്മെൻറ്റും ഒക്കെ ക്രിയേറ്റ് ആവുന്നതാണ് ഇങ്ങനെ റൈറ്റ് അലൈൻ ചെയ്യുന്ന സമയത്ത്. ഡിസൈനിൻ്റെ റൈറ്റ് സൈഡിലോട്ട് അറ്റൻഷൻ കിട്ടാൻ ഈ ഒരു റൈറ്റ് അലൈൻമെൻറ്റ് സഹായിക്കുന്നതാണ്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക്കും കണ്ടംപററി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സെൻട്രൽ അലൈൻമെൻറ്റ് ആണ്. സെൻട്രലാണ് എല്ലാം അലൈൻ ആവുന്നത്. ഇപ്പോൾ സെൻട്രൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ സെൻട്രലായിരിക്കും എല്ലാം അലൈൻ ആവുന്നത്. ഈ ഒരു അലൈൻമെൻറ്റ് ഒരു സെൻസ് ഓഫ് ബാലൻസും സിമ്മെട്രിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻസിനും ടൈറ്റിൽസിനും ഒക്കെയാണ്. ഒരു ഫോർമലും സ്ട്രക്ചേർഡ് ലുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ അലൈൻമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടെസ്റ്റുള്ള കേസിൽ ഒട്ടും നമുക്കിത് അനുയോജ്യമല്ല. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത് സെൻട്രൽ അലൈൻ ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡും അലൈൻ അല്ല, ലെഫ്റ്റ് സൈഡും അലൈൻ അല്ല. പക്ഷേ ഇത് കറക്റ്റ് സെൻട്രലാണ് അലൈൻ അയക്കുന്നത്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് വിഷ്വലി മനസ്സിലാവുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നാത്തത്. ഇനിയുള്ളത് ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് ആണ്. ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അലൈൻ ആവുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിലും അലൈൻ ആയിട്ടുണ്ട്, റൈറ്റ് സൈഡിലും അലൈൻ ആയിട്ടുണ്ട്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ക്ലീനും പ്രൊഫഷണൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടുതലും ഫോർമൽ ഡോക്യുമെൻറ്റിനകത്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് അത്ര ഈസി ടു റീഡ് ഒന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ സ്പേസിങ് വരുന്നുണ്ട്. പിന്നെ എല്ലാം ഒരേപോലെ അലൈനാണ്. ഇപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞാൽ അടുത്ത ലൈന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അടുത്ത ലൈൻ ഏതാണെന്ന്. പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലൈനൊക്കെ മിസ്സാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണിത്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് എങ്ങനെ ഗ്രിഡ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് ലൈൻസൊക്കെ വരച്ചിട്ട് നമുക്കാണെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് അലൈൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ടെസ്റ്റ് അലൈൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഹെഡിങ് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ലൈൻസിൻ്റെ സഹായത്തോടെയാണ്. ഇങ്ങനെ അലൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കാണെങ്കിൽ കുറേ എക്സ്ട്രാ ലൈനോട് ആഡ് ചെയ്ത് നല്ലൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറേ കൂടെ എക്സ്ട്രാ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എല്ലാം അലൈൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിഡ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ ഇതേപോലെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ റൈറ്റ് അലൈൻമെൻ്റ് ആണ്, ഇവിടെ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ പല രീതിയിലുള്ള അലൈൻമെൻറ്റ്സ് നമുക്കാണെങ്കിൽ ഒരു ഡിസൈൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്കാണെങ്കിൽ പല രീതിയിൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. പിന്നെ നമുക്കാണെങ്കിൽ ടെസ്റ്റൊക്കെ ചരിച്ച് വലുതാക്കി ഇങ്ങനെയും അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇതേപോലെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രിഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിസൈനും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടെസ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈഡ് അലൈൻമെൻ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരേ ലൈനിലാണ് എല്ലാം പോകുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ചരിവ് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചരിവ് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു ഡിസൈന് ഒരു മൂവ്മെൻറ്റും ഒരു ഡയറക്ഷനും ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.